കോട്ടയത്ത് മഴയ്ക്ക് പൂർണ്ണമായും ശമനം വരാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവിടെ കടുത്ത ജാഗ്രത തുടരുകയാണ്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയും നൽകിയിട്ടുണ്ട്. പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളക്കെട്ട് മൂലമുള്ള ദുരിതം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ശക്തമായ മഴ പെയ്യുന്നതാണ് ഈ മലയോര മേഖലയിലുള്ളവരെയൊക്കെ ആശങ്കയ്ക്ക് ഇടയാക്കുന്നത്. കോട്ടയത്ത് നിന്നുള്ള കൂടുതൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, കോട്ടയം ജില്ലയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഇതുപോലെ മഴ പെയ്യും, കോട്ടയത്തെല്ലാം കടുത്ത വെള്ളക്കെട്ടുണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ഞാനൊരു പാലക്കാരിയാണ്, വർഷങ്ങളായിട്ട് ഞാനിത് കണ്ടുകൊണ്ടും ഇരിക്കുന്നതാണ്. വ്യാപാര കേന്ദ്രങ്ങളിലൊക്കെ കടുത്ത നാശനഷ്ടം സംഭവിക്കാറുണ്ട്. ഈ വർഷവും അതേപോലെ തന്നെയാണ് അവിടുത്തെ സാഹചര്യം. ഇപ്പോൾ എന്താണ് അവിടെ നിന്നുള്ളൊരു അവസ്ഥ? അതല്ലെങ്കിൽ മഴയ്ക്ക് നേരിയൊരു ശമനമൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ എന്നാൽ പോലും ഈ ഇടവിട്ടുള്ള മഴ വീണ്ടും വീണ്ടും ജനങ്ങളെ ഭയത്തിൽ ആക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്താണ് ശ്രീജിത്ത് കോട്ടയത്ത് നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ? ഇന്നലെ പകൽ ഏതാണ്ട് മഴയ്ക്കൊരു ശമനമുണ്ടായിരുന്നു. പക്ഷേ രാത്രിയോടുകൂടി വീണ്ടും മഴ കനക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തന്നെ മലയോര മേഖലകളിൽ, പ്രത്യേകിച്ച് ഈരാറ്റുപേട്ട പോലുള്ള മേഖലകളിൽ ശക്തമായ മഴ പെയ്തിരുന്നു. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി കോട്ടയത്ത് ഏതാണ്ട് എല്ലായിടത്തും അതിശക്തമായ മഴ പെയ്യുന്നു. ഈ ഇടവിട്ടുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്, ദുരന്ത നിവാരണ വകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം രാത്രി 1 മണിക്കൊക്കെ അതിശക്തമായ മഴ ഉണ്ടാകും. റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യമായിരുന്നു. രാത്രിയാവും 3 മണിക്കൂർ ഉണ്ടായിരുന്നത്. അങ്ങനെ തന്നെ മഴ ഏതാണ്ട് പെയ്യുന്ന സ്ഥിതിവിശേഷമാണ് കഴിഞ്ഞ രാത്രി കണ്ടത്. ഇന്നിപ്പോൾ രാവിലെ ഞാനിപ്പോൾ ഈ ലൈവ് നിൽക്കുമ്പോഴും ഇവിടെ മഴ തുടരുകയാണ്. കോട്ടയം നഗരത്തിലെ അവസ്ഥയാണ് ഇത്. അതായത് ഇനി ജലനിരപ്പ് പലയിടത്തും താഴാൻ തുടങ്ങിയിരുന്നു. ഇന്നലെ രാവിലെ മുതൽ മീനച്ചിലാറ്റിലടക്കം താഴാൻ തുടങ്ങിയിരുന്നു. പക്ഷേ വീണ്ടും മഴ പെയ്യുന്നത് ഒരാശങ്കയാകുന്നു. പലയിടത്തും ജലനിരപ്പ് ഉയരുന്നു. പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മേഖല, കോട്ടയം നഗരത്തിന്റെ പടിഞ്ഞാറുള്ള മേഖലകളിൽ അതിശക്തമായ വെള്ളക്കെട്ടിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. മിനിഞ്ഞാന്ന് മുതൽ തന്നെ, രാത്രി മുതൽ തന്നെ ഇല്ലിക്കലും അങ്ങനെ കുമരകം റോഡിലുമൊക്കെ വെള്ളം കയറിയിരുന്നതാണ്. അത് പക്ഷേ ഇന്നലെ പകൽ മഴയില്ലാത്തത് കൊണ്ടും അധികം വെള്ളം വരാത്തത് കൊണ്ടും ഒരൽപ്പം ഒരു ആശ്വാസമായി മാറിയിരുന്നതാണ്. എന്തായാലും അതിനൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. നിലവിൽ എന്തായാലും വീണ്ടും ശക്തമായ മഴ പെയ്യുന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പലയിടത്തും വലിയ ദുരിതമാണ് ആദ്യ ദിവസങ്ങളിലെ മഴയിൽ ഉണ്ടായിരുന്നത്. പൂഞ്ഞാർ തെക്കേക്കരയിലും അടുക്കത്തുമൊക്കെ ഉണ്ടായ ഉരുൾപൊട്ടൽ വലിയ പ്രതിസന്ധിയായിരുന്നു. ഈരാറ്റുപേട്ട വാഗമൺ റോഡിലേക്ക് വലിയ കല്ലുകൾ, വലിയ മലവെള്ളപ്പാച്ചിലുണ്ടാകുകയും വലിയ കല്ലുകൾ ഉരുണ്ടെത്തുകയൊക്കെ ചെയ്തത് വലിയ ദുരിതം വിതച്ചിരുന്നു. ഇന്നലെ മുതൽ അതുവഴി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. കല്ലുകൾ താൽക്കാലികമായി ചെറിയ രീതിയിലൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് അതുവഴി ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ ദുരന്തം പലയിടത്തും ഈ ഉരുൾപൊട്ടലും പെട്ടെന്നുള്ള മലവെള്ളപ്പാച്ചിലും മൂലം ഈ തൊഴുത്തുകളിലൊക്കെ കെട്ടിയിരുന്ന കാലികളൊക്കെ ചത്തുപോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇന്നലെ 13 കാലികൾ ചത്ത തീക്കോയിലൊരു കർഷകന് മന്ത്രി ബിന്ദു കൃഷ്ണ 2 കാലികളെ നൽകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നുച്ചയ്ക്ക് ശേഷം അത് ദാനം ചെയ്യുന്നുമുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു വശത്ത് വലിയ ദുരിതം, വലിയ ആശങ്ക നിലനിൽക്കുകയാണ്. ഇന്നലെ പകലത്തെ ഒരു സാഹചര്യമല്ല ഇന്ന് രാവിലെ എന്തായാലും ഉള്ളത്. ഇപ്പോഴും മഴ പെയ്യുകയാണ്. മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ്. ഒരുപക്ഷെ ദുരിതം തുടരും എന്നുള്ള ആശങ്ക തന്നെയാണ് ഈ രാവിലെ നമുക്ക് നൽകാൻ കഴിയുന്നത്. ശരി, ശ്രീജിത്താണ് കോട്ടയത്ത് നിന്നും നമുക്ക് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.